ഹായ്. പല നാർസിസ്റ്റിക് കേസുകളിൽ നോക്കിയാലും ഈ ഒരു നാർസിസ്റ്റിക് അബ്യൂസിന് ഇരയാകുന്ന വ്യക്തികൾ പലപ്പോഴും സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ മക്കളാണ്. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവരെ അതെങ്ങനെ ബാധിക്കും? കാരണം ഈ നാർസിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി ഇമോഷണൽ, വെർബൽ, ഫിസിക്കൽ അബ്യൂസൊക്കെ ചെയ്യുമ്പോഴും പ്രൊവോക്കിങ്, ഇൻസൾട്ടിങ്, അതേപോലെ മാനിപ്പുലേറ്റിങ് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും സൈലൻ്റായിട്ട് ഇത് സഹിക്കുന്നത് കുഞ്ഞുങ്ങളെ ഓർത്താണ്. കാരണം ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ അവരെ ഇതെങ്ങനെ ബാധിക്കും? കാരണം ഈ അബ്യൂസ് അനുഭവിക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും തുടക്കത്തിലെ ഈ ഒരു അബ്യൂസിനെ ഡിഫെൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകും. കാരണം ആർക്കും ആരെയും ഒരു തരത്തിലും അബ്യൂസ് ചെയ്യാനുള്ളൊരു അനുവാദമില്ല. അപ്പോൾ അബ്യൂസിങ് എന്ന് പറഞ്ഞാൽ അത് ഇമോഷണൽ അബ്യൂസ് ആണെങ്കിലും വെർബൽ അബ്യൂസ് ആണെങ്കിലും ഫിസിക്കൽ അബ്യൂസ് ആണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും ഈ അബ്യൂസ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് കർശനമായിട്ട് താക്കീത് കൊടുക്കുകയും ഒരുപാട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴും വീണ്ടും വീണ്ടും ഈ ഒരു അബ്യൂസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പലപ്പോഴും സൈലൻ്റായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മാസങ്ങളോളം വർഷങ്ങളോളം മുമ്പോട്ട് പോകാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺ കുട്ടികളാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അബ്യൂസ് അനുഭവിക്കുന്ന വ്യക്തികൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് മേ ബി ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, അതേപോലെ സോഷ്യൽ ഓർഗനൈസേഷൻസ്, സ്പിരിച്വൽ ഓർഗനൈസേഷൻസ്, അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും വേണ്ടപ്പെട്ട അടുപ്പമുള്ള നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള, അതേപോലെ തന്നെ കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആളുകളുമായിട്ട് ഇത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യുക. അതായത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അബ്യൂസിനെ കുറിച്ച് കൂടുതൽ തുറന്നു പറയുക. കാരണം അങ്ങനെ തുറന്നു പറഞ്ഞാൽ മാത്രമേ മറ്റുള്ള വ്യക്തികളുടെ ഒരു ഇൻ്റർവെൻഷൻ, അവരുടെ ഇടപെടലും കഴിയുന്ന സപ്പോർട്ട് ലഭിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ സർക്കിൾ എക്സ്പാൻഡ് ചെയ്യാനാണ്. കാരണം നമ്മുടെ അവസ്ഥ നമ്മൾ അറിയിക്കാതിരുന്നാൽ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഈ ഒരു അബ്യൂസ് തീർച്ചയായിട്ടും ഇതൊരു പ്രൊഫഷണൽ സെറ്റിങ്ങിലെത്തി ഒരു മാരേജ് കൗൺസിലിംഗ്, അതേപോലെ രണ്ട് ഫാമിലീസിൻ്റെയും ഒരുമിച്ചുള്ള സപ്പോർട്ടും കിട്ടിയാൽ മാത്രമേ ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല. പക്ഷെ ഒരു പരിധിവരെ മെയിൻറ്റെയിൻ ചെയ്ത് അബ്യൂസ് ഇല്ലാത്ത ഒരു മാരേജ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, സോഷ്യൽ ഓർഗനൈസേഷൻസ്, അതിൽ നമ്മളെ സഹായിക്കാൻ പറ്റിയ ആളുകളുമായിട്ട് ഈ കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡിസ്ട്രസ്സിൻ്റെ തീവ്രത, ആ വിഷമം, ആ അബ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് തുറന്നു പറയാനും ഹെൽപ്പ് ചോദിക്കാൻ മടി കാണിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കുന്ന കാര്യം.